കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അക്ഷയ തൃതീയയെക്കുറിച്ച് കൂടുതൽ ആളുകൾ കേട്ടു തുടങ്ങിയിട്ട്. ആ ദിവസം പലരും പല സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നു. സ്വർണവും തുണിയുമൊക്കെ വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. ചിലർ പാത്രങ്ങൾ വാങ്ങും. എന്തായാലും അക്ഷയ തൃതീയ ദിവസം നമ്മൾ വാങ്ങുന്നത് ആ വർഷം മുഴുവൻ ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയയാണ്, മൂന്നാമത്തെ ദിവസമാണ് അക്ഷയ തൃതീയ. മഹാഭാരതം വ്യാസൻ എഴുതി തുടങ്ങിയത് ഈ ദിവസമാണെന്നാണ് കരുതുന്നത്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ പരശുരാമനും ബലഭദ്രനും ഈ ദിവസമാണ് ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത സൂര്യന് നല്ല പ്രകാശമായിരിക്കും എന്നുള്ളതാണ്. കൃതയുഗം തുടങ്ങിയത് ഈ അക്ഷയ തൃതീയ നാളിലാണെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ ദിവസം ഏത് സൽക്കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം വളരെ നാളുകൾ നീണ്ടു നിൽക്കും എന്നാണ് കരുതുന്നത്.